നമസ്കാരം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് ഏതൊരു അമ്മയുടെയും നെഞ്ചിലെ വേദനയാണ്. ആയിരുന്ന വേദന ഉയർക്കൊണ്ട ദുഃഖം, ഒരമ്മയുടെ തീരാ ദുഃഖം. കൊല്ലേണ്ടത് എങ്ങനെ മലയാളത്തിന്റെ പ്രശസ്ത കവിയത്രി എഴുതിയ സുഗതകുമാരി എഴുതിയ കവിതയിലെ രംഗാവിഷ്കാരം. ഞാനീ പൊറ്റിട്ട് കണ്ണെഴുതി ഈ അമ്മേ അമ്മേ എന്തോ ആകെയുള്ള കണ്ണാടിയും നീ പൊട്ടിച്ച അതെങ്ങനെയാ? ആകെയുള്ള കണ്ണാടിയും നീ പൊട്ടിച്ചോ, കാലുചിളികൾ തട്ടാതെ പോയിക്കോ. ഇപ്പൊ മനുഷ്യനെ കൊന്നേനല്ലോ, ആകെയുള്ള കണ്ണാടിയും നീ പൊട്ടിച്ചോ, അതെങ്ങനെയാ? തല തിരിഞ്ഞു പോയല്ലേ. മതി എന്റെ മകളെ ശപിച്ചത്. നിങ്ങളെ മകൾ തിരിഞ്ഞു പോയപ്പോൾ ഈ കൊച്ചിനാണോ കുറ്റം? അഹങ്കാരി, എന്റെ വീട്ടിൽ നിന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടിക്കുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോൾ. ഈശ്വര, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്? അമ്മേ അമ്മേ, 10-20 വയസ്സായി എന്റെ മകൾക്ക്. ഉണ്ണണമെന്നും കൊടുക്കണമെന്നും അറിയില്ല. ഞാൻ മരിച്ചു പോയാൽ അവളെ ആരാ നോക്കോ? ആരാ കുളിപ്പിക്കും? ആരുണ്ടാവില്ല. ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരാ. ഞാൻ പോയെന്ന് അറിഞ്ഞാൽ അയാൾ വരും. അയാൾ വന്നടി, ഇന്നലെ ഞാൻ കൊല്ലും. ഇങ്ങോട്ട് വാ, അച്ഛൻ്റെ മോൾ ഇങ്ങോട്ട് വാ. ഇപ്പൊ പെട്രോൾ ഒഴിച്ച് കൊത്തിക്കും. അച്ഛനെ കുളിപ്പിക്കുന്നേ, അച്ഛനെ അമ്മേ. അയ്യോ മോളെ, എനിക്കൊന്നും സംഭവിച്ചാൽ അവളുടെ മുത്തശ്ശി വേദന എടുക്കുന്നു. ഉണ്ടാതിരിക്കണോ ഹസത്തെ? തള്ളയും തല തിരിഞ്ഞു പോയി, അതിനാ കാട്ടി തല തിരിഞ്ഞ് ഒന്ന് എന്നെയും കൊല്ലാനില്ല പരിപാടിയാണോ നിനക്ക്? ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കൊള്ളണോ? പഴയ പാട്ടാ, ഇരുമ്പ് സിർപ്പ് നോട്ട്ബുക്ക്. எங்க அப்பா ரொம்ப அழகான பொண்ணு. எதுக்கு பாப்பா அழுகுறே? என்ன முத்தശ്ശി அடிச்சு ഈ പൊണ്ണു കൂടി ആർമേല വാക്കണ്ണ ഇല്ല, എന്റെ മകളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. ഈ ചോറിൽ വിഷം കലക്കിയിട്ട് കൊടുക്കും. അച്ഛൻ അമ്മേന്റെ മോൾ ഇങ്ങോട്ട് വാ, അമ്മ താരാട്ട് പാടി ഉറക്കി തരാം. വാവോ വാവോ വാവോ. അമ്മേ എന്നെ കൊല്ലല്ലേ, അമ്മേ കൊല്ലില്ല. ഇല്ല, കരപ്പിക്കാതെയും വേദനിപ്പിക്കാതെ എങ്ങനെ എന്റെ മകളെ ഞാൻ കൊല്ലുക? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സഹതാപമല്ല ആവശ്യം, മറിച്ച് നമ്മളിൽ ഒരാളായി കാണേണ്ടതാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.